ഇപ്പോൾ പൊതുജനം കഴുത LSR പോകുന്നത് തിരൂർ നഗരസഭയിലേക്കാണ്. അവിടെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളിൽ പലരും കോടിപതികളാണ്. തിരൂരിലെ ആ കോടി വിശേഷങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. തിരൂർ നഗരസഭയിൽ 40 സീറ്റുകളുണ്ട്. LDFും UDFും നേരിട്ട് ഏറ്റുമുട്ടുന്നു. ഇരുമുന്നണികളുടെയും സ്ഥാനാർത്ഥികളിൽ പലർക്കും കോടികളുടെ സ്വത്തുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലാണ് ഈ വിവരങ്ങളുള്ളത്. ഇവരിൽ പലരും മുൻപ് പ്രവാസിയായിരുന്നവരോ ഇപ്പോൾ ബിസിനസ്സുകാരോ ആണ്. UDFിന്റെ നഗരസഭാ അധ്യക്ഷ സ്ഥാനാർത്ഥി കീഴേടത്തിൽ ഇബ്രാഹിം ഹാജിയാണ്. വാർഡ് 17 വാരിയത്തറയിലാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റും തിരൂരിലെ വ്യവസായിയുമായ ഇബ്രാഹിം ഹാജി മത്സരിക്കുന്നത്. ആകെ ആസ്തി 10 കോടിയിലേറെ വരും. കാറും ഭൂമിയും സ്വർണവും ഭാര്യയുടെ പേരിലുള്ള സ്വത്തുക്കളും ഉൾപ്പെടെയുള്ള വിവരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത്. കൈവശമുള്ളത് 49,000 രൂപ. ഇബ്രാഹിം ഹാജിയുടെ ജംഗമ വസ്തുക്കളുടെ മൂല്യം 2.8 കോടി. ഭാര്യയുടെ കൈവശമുള്ള ജംഗമ വസ്തുക്കളുടെ മൂല്യം 1.2 കോടിയിലേറെ. ഇവരുടെ കൈവശം 800 ഗ്രാം സ്വർണവുമുണ്ട്. ഇബ്രാഹിം ഹാജിക്ക് 5,63,314 രൂപയുടെ ബാങ്ക് ബാധ്യതയുണ്ട്. ഞാൻ ചിലപ്പോൾ നിങ്ങൾ ജനിക്കുന്നതിൻ്റെ മുന്നേ പ്രവാസിയായി ജീവിച്ച് 78 മുതൽ പ്രവാസിയായി ജീവിച്ച് പോന്നിരുന്ന ഒരാളാണ്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാനും സമ്പാദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു ഇലക്ഷൻ കമ്മീഷൻ്റെ അതൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. നമ്മളെടുത്ത് എന്തുണ്ട് എന്നുള്ളത് അത് വിവരം കൊടുക്കുക എന്നുള്ളത്. ആ അടിസ്ഥാനത്തിൽ എൻ്റെ സ്വത്തുക്കളുടെ വിവരങ്ങളും കാര്യങ്ങളും ഞാൻ കൊടുത്തു എന്നുള്ളത് മാത്രമേ അതിൽ പറയാനുള്ളൂ. പിന്നെ ഇന്നിപ്പോൾ ഈ കോതയിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കുന്നത് എൻ്റെ സ്വത്തിനേക്കാൾ വലുത് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ പ്രവർത്തകരാണ് എൻ്റെ സ്വത്ത് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. LDF സ്ഥാനാർത്ഥി തോട്ടുകണ്ണി അലിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ മൂല്യം 9.6 കോടിയിലേറെ രൂപയാണ്. കൈവശം 60,000 രൂപയുണ്ട്. അലിയുടെ ജംഗമ വസ്തുക്കളുടെ മൂല്യം 1.7 കോടിയിലേറെ രൂപയാണ്. ഭാര്യയുടെ കൈവശമുള്ള ജംഗമ സ്വത്തുക്കൾക്ക് 9 ലക്ഷം രൂപ മൂല്യമുണ്ട്. ഇവരുടെ കൈവശം 80 ഗ്രാം സ്വർണമാണുള്ളത്. മുന്തിയനത്തിൽപ്പെട്ട 2 ആഡംബര കാറുകളുണ്ട്. അലിയുടെ കൈവശമുള്ള സ്ഥാവര വസ്തുക്കളുടെ ആകെ മൂല്യം 7,88 ലക്ഷം രൂപയിലേറെയാണ്. വാർഡ് 25 ഏഴൂർ വെസ്റ്റിലെ CPM സ്ഥാനാർത്ഥിയാണ് തോട്ടുകണ്ണി അലി. 2.9 കോടിയിലേറെ രൂപയുടെ ബാങ്ക് ബാധ്യത അലിക്കുണ്ട്. തിരൂരിലെ വ്യവസായിയാണ് അലി. വെറുതെ ഉള്ള ആരോപണമാണ്. നമ്മളിവിടെ ചെറുപ്പം മുതൽച്ച് ഇങ്ങനെ സംഘടനാ വർക്ക് നടത്തി പോണ ആളാണ്. പിന്നെ നമുക്ക് 1-2 കച്ചവടങ്ങളുണ്ട്. ആ കച്ചവടം കണ്ടിട്ടാണ് ഇപ്പോൾ ഇവർ അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പിന്നൊക്കെ ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുമ്പോൾ അതിൽ റിപ്പോർട്ട് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ടാണ് അവർ പറഞ്ഞത്. ഇതിൽ വേറെ ഇതൊന്നുമില്ല. വാർഡ് 35 തൃക്കണ്ടിയൂർ ഈസ്റ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും DCC ജനറൽ സെക്രട്ടറിയുമായ യാസർ പൊട്ടച്ചോലയുടെ സ്ഥാവര വസ്തുക്കളുടെ മൂല്യം 13.38 കോടി രൂപയാണ്. LDFിന്റെ നഗരസഭാധ്യക്ഷ സ്ഥാനാർത്ഥി ഗഫൂർ P ലെല്ലിസിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ മൂല്യം 1.6 കോടി രൂപയാണ്. 6.6 ലക്ഷം രൂപയുടെ ബാങ്ക് ബാധ്യത ഗഫൂറിനുണ്ട്. വാർഡ് 35 വിഷുപ്പാടത്താണ് ഗഫൂർ P ലില്ലീസ് CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കോടികളുടെ കിലുക്കം നമ്മുടെ തദ്ദേശ സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. പ്രവാസ ജീവിതം നയിച്ചും ബിസിനസ് നടത്തിയും അധ്വാനിച്ചുമാണ് പണമുണ്ടാക്കിയതെന്ന് അവർ പറയുന്നു. ഏതൊരാളും ശരിയായ രീതിയിൽ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാവുക തന്നെയാണ് വേണ്ടത്. മുനീഫ് തിരൂരിനൊപ്പം ഗോകുൽ K വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.